ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൂന്നാം ക്ലാസ്സിൻ്റെ 2025 ഹാഫ് ഇയർലി ദുറൂസുൽ ഇസ്ലാം 1 ഒന്നാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു വിഷനായിട്ട് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുന്ന കിതാബ് ഏതാണ്? ഖുർആനാണ്. ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുന്ന കിതാബ് ഖുർആൻ. അടുത്തത്, മക്കയിലെ കഅബ ഷരീഫ ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. മലക്കുകളാണ് ആദ്യം നിർമ്മിച്ചത്. അടുത്തത്, സംസം ഉറവ പൊട്ടിയ സ്ഥലം. സംസം ഉറവ പൊട്ടിയത് മക്കയിലാണ് സംസം ഉറവ പൊട്ടിയത്. അടുത്തതോ, ഈ ലൈറ്റ് തെളിഞ്ഞാൽ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുന്നോട്ടെടുക്കണം. ഏത് ലൈറ്റ് തെളിഞ്ഞാലാണ്? പച്ച തെളിഞ്ഞാൽ വണ്ടി മുന്നോട്ടെടുക്കണം. ചുവപ്പ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം. അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പച്ച എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത്, മുഅവ്വിദത്തൈനിയിൽപ്പെട്ട ഒരു സൂറത്ത്. മുഅവ്വിദത്തൈനിയിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ആണ് മുഅവ്വിദത്തൈനിയിൽപ്പെട്ടത്. സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്ക്, ഇതാണ് മുഅവ്വിദത്തൈനി. അപ്പോൾ അതിൽ പെട്ടത് സൂറത്തുൽ ഇഖ്ലാസ്. അടുത്തതാ, നാം പഠിക്കൽ നിർബന്ധമുള്ള മലക്കുകളുടെ എണ്ണം. പ്രധാനികളായ 10 മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനികളായ 10 മലക്കുകളുടെ. അപ്പോൾ 10 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതാ, ആതിനി റുഷ്ദം വ കറമയ്യ മുജീബ. എന്താണ്? നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നു അല്ലേ, നമ്മൾ മുജീബു ദഅവാത്ത് എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ആതിനി റുഷ്ദം വ കർമൻ എന്നാണ് യാ മുജീബു ദഅവാത്തി എന്നതാണ്. അതുപോലെ നമുക്ക് മറ്റു ലൈനുകൾ ഇതുപോലെ വരാം. നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. പദ്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത എന്താണ്? സുമയ്യ ഫരീദയോട് ചോദിച്ചു. എന്താണ് സുമയ്യ ഫരീദയോട് ചോദിച്ചത്? അപ്പോൾ സുമയ്യ ഫരീദയോട് ചോദിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഇവിടെ മനസ്സിലാക്കണം? സുമയ്യയും ഫരീദയും സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ കൈഫ ഹാലുക്കി എന്നാണ്. നമ്മൾ അറബി പാഠം പഠിച്ചിരുന്നു. ഫരീദയും സുമയ്യയും തമ്മിലുള്ള സംഭാഷണം ഇലല്ലിക്കായിൽ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു മാ ഇസ്മുഹു മാ ഇസ്മുക. ഇതാണ് എന്ത്? ആൺകുട്ടികളോടാണ് ചോദിക്കുന്നതെങ്കിൽ മാ ഇസ്മുഹു മാ ഇസ്മുക. എന്നാൽ അതിൽ പെൺകുട്ടികളോടാണെങ്കിൽ എന്താണ്? മാ ഇസ്മുഹ മാ ഇസ്മുക്കി എന്ന് ചേർത്തിട്ടാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇവിടെ കൈഫ ഹാലുക്കി എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. സുമയ്യ ഫരീദയോട് ചോദിക്കുമ്പോൾ കൈഫ ഹാലുക്കി എന്നതാണ്. മാ ഇസ്മുക്ക കൈഫ ഹാലുക്ക, ഇതൊക്കെ ക വന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ വന്നാൽ എല്ലാവരും അങ്ങനെ വെച്ച് മനസ്സിലാക്കണം കേട്ടോ. അടുത്തത്, നീ തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ കേട്ടവൻ പറയണം. എന്താണ് പറയേണ്ടത്? യർഹമുക്കുള്ള എന്നാണ് പറയേണ്ടത്. തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ കേട്ടവർ യർഹമുക്കുള്ള എന്ന് പറയണം. ഇനിയോ, തേനീച്ചകളെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൻ നഹ്ലിലാണ് തേനീച്ചയെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്കിവിടെ ചേരുംപടി ചേർക്കാനാണ് വന്നത്. എന്താണ്? കഅബ ഷരീഫ പുനർനിർമ്മിച്ച നബി ആരാണ്? കഅബ ഷരീഫ പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഴുതി കൊടുക്കാം. അടുത്തതാ, ഇഞ്ചിയിൽ നൽകപ്പെട്ട നബി. ഇഞ്ചിയിൽ നൽകപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിനാണ്. ഇഞ്ചിയിൽ. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇഞ്ചിയിൽ നൽകപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്. 30 ഏടുകൾ നൽകപ്പെട്ട നബി ആർക്കാണ്? 30 ഏടുകൾ നൽകപ്പെട്ടത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനാണ്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനാണ് 30. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തതാ, പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ ബി എഴുതാം. ഇനി മലക്കുകൾക്ക് സലാം പറഞ്ഞ നബി ആരാണ്? മലക്കുകൾക്ക് സലാം പറഞ്ഞത്? ഓപ്ഷൻ ഡി, ആദം നബി അലൈഹി ഇസ്ലാം. അള്ളാഹു താല ആദം നബി അലൈഹി ഇസ്ലാമിന് സലാം പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. എന്നിട്ട് മലക്കുകളോട് സലാം പറയാൻ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇതുപോലെ തൗറാത്ത് മൂസാ നബിക്ക്
അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്. പിന്നെ അതുപോലെ ഏടുകൾ 10 വീതം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ആദം നബി അലൈഹി ഇസ്ലാമിനും 10 ഏടുകൾ വീതം. സീസ് അലൈഹി ഇസ്ലാമിന് 50 ഏടുകൾ. അങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കണം ഇതുപോലെ വന്നാൽ. ഇനിയും പൂരിപ്പിക്കാനാണ്. ജസീറത്തുൽ അറബ് ഡാഷ് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയിലാണ് ജസീറത്തുൽ അറബ് സ്ഥിതി ചെയ്യുന്നത്, ഏഷ്യ വൻകരയിൽ. അപ്പോൾ അത് ഏഷ്യ എന്ന് എഴുതി കൊടുക്കാം. അടുത്തതാ, ഉറങ്ങുമ്പോൾ ഡാഷിനു താഴെ കൈ വെച്ച് കിടക്കണം. എവിടെയാണ്? വലതു കവിളിനു താഴെ, വലതു കവിളിനു താഴെ. അടുത്തതാ, മലക്കുകളെ അല്ലാഹുത്താല ഡാഷ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. മലക്കുകളെ പ്രകാശം കൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. ആത്തിനി എന്താണ്? എനിക്കറിവ് നൽകണമേ. എന്താണ്? ആത്തിനി ഇൽമൻ, എനിക്ക് അറിവ് നൽകണമേ. ആത്തിനി ഇൽമൻ, എനിക്ക് അറിവ് നൽകണമേ എന്നാണ്. അടുത്തതാ, വായിൽ ഭക്ഷണമുള്ളവരോട് സലാം പറയൽ സുന്നത്തില്ല. വായിൽ ഭക്ഷണമുള്ളവരോട് സലാം പറയൽ സുന്നത്തില്ല. അടുത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആല പറഞ്ഞു, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. ഏതിലാണ് ജനങ്ങൾക്ക് ശമനമുള്ളത്? തേനിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു എന്താണ്? തേനീച്ചയുടെ വയറ്റിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയങ്ങൾ പുറപ്പെടുന്നു, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ അവിടെ തേനിൽ എന്ന് എഴുതിയ. അടുത്തതാ, ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ തലയിൽ ധരിക്കണം. എന്താണ്? ഹെൽമറ്റ് ധരിക്കണം. അതെന്തിനാണെന്ന് വെച്ചാലോ, അത് നമ്മുടെ സുരക്ഷക്കാണ്. സീറ്റ് ബെൽറ്റ്, കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കണം, അത് നമ്മുടെ സുരക്ഷക്കാണ്. അടുത്തതാ, പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? അൽ ഫുർഖാനുൽ അലീം. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്ന് പേരുണ്ട്. ഇനിയാ, നബിമാരുടെ സ്വപ്നം എന്തിൻ്റെ ഭാഗമാണ്? നബിമാരുടെ സ്വപ്നം വഹീൻ്റെ ഭാഗമാണ്. അടുത്തത്, അറബിയിൽ എഴുതാനാണ്. അവളുടെ പേരെന്താണ്? മാ ഇസ്മുഹ, അവളുടെ പേരെന്താണ്? മാ ഇസ്മുഹ എന്നാണ് അവളുടെ പേരെന്താണ് എന്നത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ആരാണ് ഖുറൈശികൾ? ഫിയർ ഇബ്നു മാലിക്കിന്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ഫിയർ ഇബ്നു മാലിക്കിന്റെ പിന്മുറക്കാർ. അടുത്തത്, ഇശാ നിസ്കാര ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇശാഇനു ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും മൊബൈൽ ഫോൺ, TV പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അനാവശ്യ സംസാരങ്ങൾ, മൊബൈൽ ഫോണ്, TV മുതലായ കാര്യങ്ങളിൽ മുഴുകൽ കറാഹത്താണ്. അത് എഴുതാം. അടുത്തതാ, 5 മലക്കുകളുടെ പേര് എഴുതാനാണ്. നമ്മൾ 10 മലക്കുകളുടെ പേര് പഠിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ നിർബന്ധമാണ്. നമ്മളൊരു ബൈത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. തഫ്സീലു അശ്രിം മിൻഹുമു ജിബ്രീലു മികാലു ഇസ്രാഫീലു അസ്റാഈലു മുൻകർ നകീറും വറകീബും വകദാ അതീദു മാലിക്കും റിളവാനുൻ ഹുദാ. അപ്പോൾ ഇന്ന് 5 ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, മുൻകർ നക്കീർ അങ്ങനെ അലൈഹിസ്സലാം നമുക്ക് എഴുതാം. ഇനി എന്താണ് സഫാ മർവ? എന്താണ്? നമ്മൾ ഖലീലുള്ള എന്നുള്ള പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. നഖ്റ വ നഖമു ഭാഗത്തുണ്ട്. സഫാ മർവ കഅബ ഷരീഫൊക്കെ അടുത്തുള്ള 2 മലകളാണ് സഫാ മർവ. എന്താണ് സംസം? അതോ മക്കയിലെ കഅബ ഷരീഫൊക്കെ അടുത്തുള്ള പുണ്യജലമാണ്. മക്കയിലെ കഅബ ഷരീഫൊക്കെ അടുത്തുള്ള പുണ്യജലമാണ് സംസം. അതുപോലെ ഹാജറ റളിയല്ലാഹു അൻഹ ആരെന്ന് വെച്ചാലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത എന്താണ്? മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ നിന്ന് 2 എഴുതുക. മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ 6 പഠിച്ചിട്ടുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ ഉപദേശിക്കുക, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ
തഷ്മീത്ത് ചൊല്ലുക, രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം അതിൽ നിന്ന് 2 എഴുതാം. ഇനിയാ നാം ചെയ്യുന്ന 5 ആരാധനകൾ എഴുതുക. നാം ചെയ്യുന്ന 5 ആരാധനകൾ എന്തൊക്കെയാണ്? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സലാം പറയൽ, ഖബർ സിയാറത്ത്, അങ്ങനെ ഒരുപാട് ആരാധനകളുണ്ട് നമ്മൾ ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ നിന്ന് 5 എഴുതാം. ഇനിയാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അടുത്തതാ അൻകിദന്നി മിൻ ജഹന്നമ. എന്താണ് സാരം? എന്താണ്? എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ചോദ്യ പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പറും ഉടൻ അപ്ലോഡ് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ കൂടുതൽ വിശദമായിട്ട് പറയാത്തത് റിവിഷനായിട്ട് പാഠഭാഗം 1 മുതൽ പാഠഭാഗത്തിൻ്റെ അവസാനം വരെ നമ്മൾ റിവിഷനായിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.